ഹായ്. ജർമ്മനി ഒപ്പേർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ നേരിടുന്ന ഏറ്റവും പ്രധാന ഒരു വെല്ലുവിളിയാണ് വിസ സ്ലോട്ടുകൾ അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കുന്നില്ല എന്നുള്ളത്. ഇതിനൊരു പരിഹാരമായിട്ടുള്ള ഒരു ചെറിയ ടിപ്പായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. യെസ്. ജർമ്മൻ കോൺസുലേറ്റ് ബാംഗ്ലൂരിന്റെ വെബ്സൈറ്റ് ഗൂഗിൾ സെർച്ചിൽ ജർമ്മൻ കോൺസുലേറ്റ് ബാംഗ്ലൂർ എന്ന് കൊടുക്കുക. അന്നേരം india.diplo.de എന്നുള്ള കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിലോട്ടാണ് പോകുന്നത്. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എബൌട്ട് ഹൗസ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഒരു പോർഷനിൽ ഏറ്റവും താഴെയായിട്ട് കോണ്ടാക്ട് അസ് എന്നുള്ളൊരു പോർഷൻ കാണിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇമെയിലിൽ ഒരു ചിഹ്നം കൊടുത്തിട്ടുള്ളത്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ടോപ്പിക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ടോപ്പിക് കൊടുക്കുന്നത് നാഷണൽ വിസ മോർ ദാൻ 90 days എന്നുള്ളത് കൊടുക്കുക. സബ്ജക്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇത് ജർമ്മനിയിൽ നിന്നുള്ള നിങ്ങളുടെ ഹോസ്റ്റ് ഫാമിലി ആയിരിക്കണം ഈ ഒരു റിക്വസ്റ്റ് ചെയ്യേണ്ടത്. ഹോസ്റ്റ് ഫാമിലിയുടെ ആളുടെ പേര്, അതുപോലെ തന്നെ അവരുടെ സർനെയിം, ഇമെയിൽ ID, റെസിഡൻസ് ജർമ്മൻ കൊടുക്കുക. ഈ ഒരു ഡാറ്റ പ്രൈവസിയുടെ കൺസെന്റ് ടിക്ക് ചെയ്യുക, സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നിങ്ങളുടെ ഹോസ്റ്റ് ഫാമിലിനെ ജർമ്മൻ കോൺസുലേറ്റിൽ നിന്ന് അവർ കണക്ട് ചെയ്യുന്നതായിരിക്കും. കണക്ട് ചെയ്തിട്ട് ആ, അവരുടെ കൺസേൺ എന്താണോ അതനുസരിച്ചിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കുക, ഈ ഒരു കൺസെന്റ്, ഈ ഒരു ഈ ഒരു നമ്മൾ റിക്വസ്റ്റ് അയക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റ് ഫാമിലി ഗവൺമെന്റ് എംപ്ലോയീസോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലുള്ളൂ. ഈ ഒരു ഇന്നത്തെ ഈ ഒരു വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക, കൂടെ നിൽക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.